നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടയം കടുവത്തിക്കടുത്തുള്ള മാംഗോ മെഡോസിലാണ്. നമ്മളങ്ങനെ മാംഗോ മെഡോസിലെത്തി വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് കടന്നു. ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് ഒരു വാട്ടർ തീം പാർക്കല്ല, സസ്യങ്ങളും അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളെല്ലാം പരിചയപ്പെടുന്നതിനും അതിനോടനുബന്ധിച്ച ഒരു പാർക്കാണെന്നുള്ളത്. ടിക്കറ്റ് കൗണ്ടറിനകത്ത് എത്തി. ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് എത്തിയത്. ആദ്യത്തെ വിസിറ്റേഴ്സ് ഞങ്ങളായിരുന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അകത്തേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് കാണാനായിട്ട് വളരെയധികം ഉണ്ട്. ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഞങ്ങളെത്തി. വീഡിയോ വളരെ വലിയൊരു വീഡിയോ ആണ്, കാരണം ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഇവിടെ കറങ്ങി കണ്ട കാഴ്ചകളാണ്. 4 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഏതാണ്ട് അരമണിക്കൂർ ദൈർഘ്യമുള്ള 4 വീഡിയോ, അതായത് 2 മണിക്കൂർ ദൈർഘ്യമുണ്ട് ഈ വീഡിയോ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ മാംഗോ മെഡോസിൽ സന്ദർശിച്ച് ഇത് മുഴുവൻ കണ്ട് മനസ്സിലാക്കിയ ഒരു അനുഭവം ഉണ്ടായിരിക്കും. ഇവിടെ പോകാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര വിശദമായി ഈ വീഡിയോ കാണിക്കുന്നത്. ഇതിനകത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ റിക്ഷയുണ്ട്. 250 രൂപയാണ് ഈ റിക്ഷയുടെ ചാർജ്. ഇവിടെ കിടക്കുന്നത് ഈ പോകുന്ന പോലെയുള്ള റിക്ഷയിൽ 4 പേർക്ക് കയറാം. 250 രൂപയാണ് ചാർജ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇതുപോലെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. അതുപോലെ അവിടെ സൈഡിൽ കിടക്കുന്ന ട്രെയിൻ ഉണ്ട്, അതും 50 രൂപയാണ് ചാർജ്. പക്ഷെ ഞങ്ങൾ ഇത് മുഴുവൻ നടന്നു കാണുകയാണ് ചെയ്തത്. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ തരും ഈ പാർക്കിനെ കുറിച്ച്. അതിനുശേഷം നമുക്കൊരു ഗൈഡ് അവർ പ്രൊവൈഡ് ചെയ്യും. ഞാൻ കൂടുതലൊന്നും ഇടയ്ക്ക് സംസാരിക്കുന്നില്ല, കാരണം ഗൈഡിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നമുക്ക് ഇവരുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേൾക്കാം. മാംഗോ മെഡോസിലേക്ക് സ്വാഗതം. ഇത് ലോകത്തിലെ വലിയ തീം പാർക്കാണ്. നമുക്കിവിടെ 4800 പീഠത്തേറെ മലകളും ചെടികളും മെഡിക്കൽ പ്ലാൻസ് ഒക്കെയാണ് പരിചയപ്പെടാവുന്നത്. അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് കുറച്ചൊരു ഗൈഡിംഗ് ആണ്. ഗൈഡിങ്ങിന് ശേഷമാണ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള്, ആർച്ചറി, ഷൂട്ടിംഗ്, പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, സൈക്ലിംഗ്, ഗോ കാർട്ട്, കിഡ്സ് പാർക്ക്, ബോട്ടി റൈഡ്, പെൻഡുലം റൈഡ്, ലിഫ്റ്റ് റൈഡ്, വള്ളം തുഴയല്, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, വാട്ടർ വീല്, ബോൾ പോള്, വാച്ച് ടവർ. എക്സ്ട്രാ ചാർജ് വരുന്നത് ഇ റിക്ഷ, ബസ്, ട്രെയിന്, ഷിക്കാര ബോട്ടിങ്, 12 തിയേറ്റർ, ഫുഡ് ഐറ്റം, ഇതിനൊക്കെയാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറന്റ്. ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറന്റിൽ കയറുക. 5 മണിക്ക് പാർക്കിന്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്ന ഈ ഫ്രണ്ടിലാണ്. 1 അവർ ഫ്രീ ഉണ്ട്. 4:45 ക്ലോസിംഗ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഗൈഡുണ്ട്. ഗൈഡിങ് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷ സൗകര്യമുണ്ട്. റിക്ഷയ്ക്ക് 250 രൂപ ചാർജ് വരുന്നത്. ഒരു വണ്ടി 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ ജസ്റ്റ് റൈഡിങ് ആയിട്ടേ ഉള്ളൂ. അത് ഗൈഡിന് ശേഷം എടുക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഗൈഡിനെ കൂട്ടുക. നടന്ന് കാണുവാണോ? ജെൻസി ആയിക്കോട്ടെ. ഓ ശരി. ഒരു ഗൈഡിംഗ് ആണ്. അപ്പൊ ഫുള്ള് നമുക്ക് പാർക്കൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ അഗ്രികൾച്ചർ പാർക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ പരിചയപ്പെടാനുണ്ട്. അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മളങ്ങനെ ഗൈഡിനെ പരിചയപ്പെട്ടു. ഇനി വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് എന്റെ റിക്വസ്റ്റ് ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ എൻട്രൻസിൽ തന്നെയാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഗൈഡിന്റെ കൂടെ നടന്ന് മറ്റുള്ള കാഴ്ചകളെല്ലാം കാണാം. അവരെല്ലാം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് പാർക്കൊന്ന് നടന്ന് കാണാം.
നമ്മുടെ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ മീനൂട്ട് പാലം എന്ന് പറയും. നമ്മുടെ ഭാരതീയ വിശ്വാസപ്രകാരം ആചാരപ്രകാരവും മീനൂട്ടുക എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ 1ാമത്തെ അവതാരമാണ് മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാഠിന്യം കുറയുമെന്നും നമുക്ക് പുണ്യം ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും നമ്മൾ നേർച്ച വഴിപാടൊക്കെ ആയിട്ട് നടത്തുന്നതാണ്. ഇന്ത്യയിലെ സിഖ് മതക്കാരുടെ സുവർണ ക്ഷേത്രത്തിലും കേരളത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിലുമാണ് നമ്മൾ മീനൂട്ട് നേർച്ച വഴിപാടൊക്കെ ആയിട്ട് നടത്തുന്നത്. ഈ നമ്മൾ കയറി പോകുന്ന ഈ ബ്രിഡ്ജിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഓയിൽ പഞ്ച് ചെയ്തതിന്റെ ബാലൻസ് എന്തിന്റെ കോയിൽ പഞ്ച് ചെയ്തതിന്റെ ബാലൻസ് നല്ല ഉറപ്പുണ്ടാവുന്നു. നമ്മുടെ ഈ കുളത്തില് 64 വെറൈറ്റി മത്സ്യങ്ങളുണ്ട്. കായൽ കാർപ്പ് മത്സ്യങ്ങൾ, കായൽ മത്സ്യങ്ങളായ മീനുകളാണ് കൂടുതൽ. കായലും ഉണ്ട്. പിന്നെ രോഹു, കട്ല, കറുത്ത ആവോലി എന്നൊക്കെ പറയുന്ന മീനുകളും ഉണ്ട്. ഇവിടെ ഈ കൂടുതൽ ഫുഡ് ഇടുമ്പോ വരുന്നത് കറുത്ത ആവോലി എന്ന് പറയുന്ന മീനാണ്. ഇവിടെ നമ്മളിപ്പോ താഴെ കണ്ട ഫ്ലോർ മുഴുവൻ കോയിൻ പഞ്ച് ചെയ്തുണ്ടാക്കിയതാണ്. ഈ നടക്കുന്ന പാലവും അതുമാതിരി ഈ ഇവിടെ കാണുന്ന എല്ലാ ഫ്ലോറും കോയിനുകളാണ്. കോയിൻ പഞ്ച് ചെയ്തതിന്റെ ഔട്ടറാണ്. വളരെ മനോഹരമായിട്ടുണ്ട് കോയിൻ പഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വലിയ ആൾക്കാരാണ്. അവർക്ക് കൂടുതലിട്ടാലേ കാര്യമില്ല. വലിയ ആൾക്കാരാ. നീ പിടിക്കോ ഇന്ന്? പിന്നെ എത്ര തിന്നാലും മതിയാവില്ല. മീനുകളുടെ ഒരു ഇതെന്നെ പറയുക അങ്ങനെ. അതുകൊണ്ടാണല്ലേ കൂടുതൽ വലയിലും കുടിക്കാനൊക്കെ പറഞ്ഞത്. ഭക്ഷണത്തിനപ്പുറം ഒന്നുമില്ല. ഒരു മിനിറ്റ് തിന്നിട്ട് കൊടുത്തോളൂ. ഇങ്ങോട്ട് ഇതിൽ അക്രമകാരിയല്ലേ? അല്ല, മീനുകളാകുമ്പോ അങ്ങനെ ഒന്നും പിന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇവന്റുകളൊക്കെ നടത്തും. നൈറ്റ് പാക്കേജില് നാടൻ പാട്ടുകള്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ ഇല്ലേ, റൂം സ്റ്റേ ഉള്ളവരുടെ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ നടത്താറുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ കുളത്തിന് ചുറ്റിയിരിക്കുന്ന പ്രീമിയം കോട്ടേജുകളാണ്. നമ്മൾ പ്രീമിയം കോട്ടേജുകൾക്കൊക്കെ ഓരോ ഫ്രൂട്ട്സിന്റെ പേരുകളാണ് കൊടുക്കുന്നത്. നട്ട്ബസ് ഉണ്ട്, മൽബറി, മാംഗോ, അങ്ങനെ ഓരോ ഫ്രൂട്ട്സിന്റെ പേരുകളാണ് കൊടുക്കുന്നത്. നമുക്ക് അവിടെ ഒരു വാച്ച് ടവറാണ്. അത് നമുക്ക് 6 നിലയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർക്കിന്റെ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണാം. പക്ഷെ നമുക്ക് ലിഫ്റ്റ് ഇല്ല, ഇതിന്റെ മുകളിലാണ്. ഇതിന്റെ മുകളിൽ ഒരു സൺബാത്തിങ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് വിദേശികളൊക്കെ വരുമ്പോ വെയിൽ കായാൻ വേണ്ടിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെ ഇത്രയും മീനുകൾ ഇവിടെ ഉണ്ട്. നമുക്കൊരു നാടൻ വെള്ള ഏരിയ ആണ്. നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. 5 മണി വരെ ടൈം ഉണ്ട് നമുക്കവിടെ. അതല്ല, ഇത് ശിക്കാര, ഇത് നാടൻ വെള്ളം. ഇത് ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഗൈഡിങ്ങിന് ശേഷം ചെന്നാൽ മതി. നമുക്ക് അവിടെ ഒരു സ്റ്റാഫ് കൊണ്ട് തുടങ്ങി തരാം. ഫോറിനേഴ്സൊക്കെ വന്നാല് വെയിൽ കൊള്ളാൻ വേണ്ടി കയറിയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മളാണ് ചെന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട പിടിച്ചിരിക്കും. കാരണം നമുക്ക് വെയിലത്ത് ചെന്നിരിക്കാനായിട്ട് അത്ര സുഖമൊന്നുമില്ല. പക്ഷെ അവർക്ക് വെയിൽ കൊള്ളുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യമാണ്.
വെള്ളത്തിന് 4 അടിയാണ് ഡെപ്ത് ഉള്ളത്. പെഡൽ ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളമെല്ലാം മാറ്റി വെള്ളം ക്ലീൻ ചെയ്ത് വീണ്ടും റീഫിൽ ചെയ്യാറുണ്ട്. സ്നാക്ക് ബാർ ആണ്. പിന്നെ ഓരോ ഏരിയയിലായിട്ട് നമുക്ക് സ്നാക്ക് ബാർ വെള്ളവും ജ്യൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. നീലക്കൊടുവേലി എന്ന് പറയുന്ന സസ്യ അനേകം വിത്തുകൾ അടങ്ങിയ ഒരു ഔഷധ സസ്യമാണ് നീലക്കൊടുവേലി. ഇതിന്റെ വേരിനാണ് പ്രാധാന്യം. ഇതിന്റെ വേര് കൂടുതലായി കാണുന്നത് ഇല്ലിക്കാടുകളിൽ ഉപ്പന്റെ കൂട്ടിലാണ്. ഉപ്പൻ കൂട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വേര് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒഴുക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നീലക്കൊടിയുടെ വേര് സഞ്ചരിക്കുന്നത്. ഈ നീലക്കൊടിയുടെ വേര് നമ്മൾ പഴമക്കാർ പറയുന്നത് അരിപ്പെട്ടിയിലോ പണപ്പെട്ടിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അരിയും പണവും പൊലിക്കുമെന്നും വർദ്ധിച്ചു വരുന്ന ഒരു വിശ്വാസമുണ്ട്. പിന്നെ നീലക്കൊടിയുടെ പേര് നമ്മൾ കയ്യിൽ പിടിച്ച് എന്താഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കുമെന്നും പറയപ്പെടുന്നു. പിന്നെ നമ്മുടെ ജയശ്രീലൊക്കെ ഇതിന്റെ കയ്യിൽ നമ്മുടെ പാർക്കിന്റെ ഒരു തീം ഏരിയ ആണ്. റൗണ്ടിൽ നിൽക്കുന്ന പ്ലാവിന് നമ്മൾ അമ്മച്ചി പ്ലാവ് മാർത്താണ്ഡവർമ്മ എന്നാണ് പേരിട്ടേക്കുന്നത്. അതായത് തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ തന്റെ ഒളിപ്പോരി യുദ്ധകാലത്ത് തന്റെ ജീവരക്ഷാർത്ഥം ഒരു പ്ലാവിന്റെ പൊത്തിലാണ് വിളിച്ചിരുന്നത്. ആ പ്ലാവിന് പിന്നീട് നമ്മൾ അമ്മച്ചി പ്ലാവ് എന്ന് വിളിച്ചു. അപ്പൊ അതിന്റെ ഒരു സ്മരണാർത്ഥം ഒരു തീമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. തീമിന്റെ പേര് ചക്കവിശേഷം എന്നാണ്. ഈ ഏരിയക്ക് ചുറ്റും 21 തരം വെറൈറ്റി പ്ലാവുകളുണ്ട്. കോഴിയപ്പ കോഴിച്ചെടി എന്ന് പറയുന്ന ചെടിയാണ്. നമ്മുടെ ഈ കോഴി അടയിരിക്കുമ്പോൾ കോഴിയുടെ ദേഹത്ത് മുഞ്ഞ പൂത കോഴിപ്പ എന്ന് പറയുന്ന പ്രാണി ഉണ്ട്. അതിനെ കളയാൻ വേണ്ടിയിട്ട് ഇതിന്റെ തണ്ടും ഇലയും കൂടി എടുത്ത് ചതച്ച് ചെറു ചൂടുവെള്ളത്തിൽ ചരച്ച് കോഴിയുടെ ദേഹത്ത് തളിച്ചു കൊടുക്കുകയോ അല്ല ഈ ഇലയോട് കൂടിയ തണ്ടെടുത്ത് കോഴിയുടെ ദേഹത്ത് തട്ടിക്കൊടുക്കുകയോ ചെയ്താണ്. ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലുകൊണ്ടാണ് പോകുന്നത്. ആ കോഴിച്ചെടി അതിന്റെ ഇലയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. ഇത് എന്തെങ്കിലും നായ്ക്കടം എന്താ നമ്മുടെ വുഡാപ്പിൾ അറിയത്തില്ലേ? കണ്ടിട്ടില്ലേ? നല്ല തോടൊക്കെ കട്ടിയുള്ളൊരു ഇതാ. അത് യൂട്യൂബിലൊക്കെ വുഡാപ്പിൾ. ജസ്റ്റ് നമ്മളിത് എനിക്ക് നോർത്ത് ഇന്ത്യൻസ് അത് കഴിക്കുന്നത്. ജ്യൂസല്ല, അല്ലെങ്കിൽ ഇത്തിരി ഇങ്ങനെ ഇത്തിരി ഇതുപോലെ കാട് പോലെ അതിൻ്റെ മൽബറി. ഇത് നമ്മുടെ മൽബറിയുടെ തൈയാണ്. നമ്മൾ പട്ടുനൂൽ വ്യവസായത്തിന് ഉപയോഗിക്കും, വൈൻ നിർമ്മാണത്തിന് ഉപയോഗിക്കും. പക്ഷേ ഇത് വെച്ച് നമുക്കിപ്പം നേത്രരോഗം, ജലദോഷം, ഇൻഷുറൻസൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇതിന്റെ തളിരില നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. പിന്നെ കാർബോഹൈഡ്രേറ്റ് ധാതുലവണ വളരെ കലവറയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ബാഡ്മിന്റൺ റാക്കറ്റ്, നമ്മുടെ ക്രിക്കറ്റ് ബാക്കറ്റ്, പിന്നെ കായ്ക്കറ്റ്, കുറച്ച് പ്രാവുണ്ട്. പ്രാവുകളെ ഒരാളെ അവിടെ ഉണ്ട്, പൊക്കത്തെ കയറി ഇരിക്കുന്നു. ഓരോ റോഡുകൾ നമ്മൾ പ്രകൃതി, കൃഷി, സംസ്കാരം ഒക്കെ ഓരോ മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളുടെ പേരുകളായിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടർ സലീം അലി റോഡുണ്ട്, APJ അബ്ദുൽ കലാം റോഡുണ്ട്, PS വാര്യർ റോഡുണ്ട്. ഈ റോഡിന്റെ പേര് ഡോക്ടർ സലീം അലി റോഡാണ്. അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ബേഡ്സ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഈ റോഡ് തന്നെ അവസാനിക്കുന്ന ഒരു ബേഡ്സ് ആണ്. അതൊരു ബോർഡായിരുന്നു. മരമുണ്ടോ? അതൊരു ബോർഡ്. അതിന്റെ ഒരു പാട്ടില്ലേ, നമ്മളിങ്ങനെ പഴഞ്ചൊല്ല് പറയത്തില്ലേ, ഇത്
ശരി അങ്ങനെ ബാക്കി പൊട്ടിപ്പോയത് എല്ലാരും ചോദിക്കണം മരമുണ്ടോ എന്ന് പറയണം. മരമുണ്ടോ മരമുണ്ടോ മരമുണ്ടോന്നാ കാട്ടു തന്നെ. ഇതെങ്ങനെ എത്ര വലുതാവും? വലുതാകും അത്. ഇത് വരാവുന്ന ഇത് നമ്മുടെ ചോപ്പിൻകാലം അല്ല ഉറുമ്പിക്കാന്ന് പറയും. ഇതിന് ഫസ്റ്റ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം, സെക്കൻഡ് ഇതിന്റെ ഓരോ ജില്ലകളിൽ അറിയപ്പെടുന്ന പേരുകളുമാണ്. പണ്ട് കാലത്ത് നമ്മള് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് സോപ്പിൻ കായ, അതിന്റെ കായ എടുത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ പതഞ്ഞു വരും. പിന്നെ സ്വർണം, വെള്ളി, ലോഹങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിട്ടും സോപ്പിൻ കായാണ് ഉപയോഗിക്കുന്നത്. വിദേശത്തുള്ള വനിതകൾ ഹെയർ മിനുക്കാനും തിളക്കത്തോട് കൂടി ഇപ്പോഴും അവർ യൂസ് ചെയ്യും. ഈ നോർത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ സോപ്പ് കായ വെച്ചിട്ടുള്ള തലമുടി കഴുകല്. ജാതിയല്ലേ ഇത് കാട്ടുകയാണ് അലഞ്ചി എന്ന് പറയും. ഇത് സിക്കിമിന്റെ സംസ്ഥാന വൃക്ഷവും നേപ്പാളിന്റെ ദേശീയ പുഷ്പവുമായ മരമാണ്. ഇത് നമ്മള് 0 ഡിഗ്രി ക്ലൈമറ്റിലാണ് ഇത് വളരത്തുള്ളൂ. നമ്മുടെ ക്ലൈമറ്റ് വളരത്തില്ല. അത് പ്രത്യേകം കെയർ ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുക. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. പ്രത്യേകം ഇത് സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്നതാണ്. സിക്കിമിലെ അവിടെയൊക്കെ തന്നെ അവിടെയൊക്കെ സാധാ മരങ്ങളാണ്. അവിടെ ഒരു കാട് കംപ്ലീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് നടന്നു കാണാം. നമുക്ക് ഈ റൂട്ടാണ് പോകേണ്ടത്. വൃക്ഷം കണ്ടോളെ കേട്ടോ. ഈ സീതാദേവി ഇരുന്നത് അതിലെ കയറാം. തനിച്ച് വരുമ്പോഴൊക്കെ ഇങ്ങനെ ബോർഡുകളുണ്ട്, ഓരോ ഏരിയയിൽ എന്തൊക്കെ മരങ്ങളുണ്ട്, സസ്യങ്ങളുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സുരക്കള്ളി ഇത് നമ്മുടെ ആനപ്പന, ചൂണ്ടപ്പന. ആനയ്ക്ക് പട്ട കൊടുക്കാനും ചൂണ്ടയ്ക്ക് കണയെടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പന. കള്ളി എത്താനും ഉപയോഗിക്കും. പനങ്കൊല പോലെ മുടിയിലൊക്കെ കേട്ടിട്ടില്ലേ? ഇതിന്റെ ഇത് കണ്ടിട്ടാണ് ആ ഒരു പഴഞ്ചി മുടി പറയുന്നത്. ഇത് മഞ്ചാടിന്റെ മരമാണ്. അറിയാലോ മഞ്ചാടിക്കുരു? അറിയത്തില്ലേ? ഇതാണ് ശിംശിബാ വൃക്ഷം. ഇത് ഈ നിൽക്കുന്നത് നമ്മുടെ പാർക്കിൽ നിരവധി തീമുകളുണ്ട്. സസ്യവും സാഹിത്യവും, സസ്യവും വിഷവും, ആയുർവേദ യോഗങ്ങളും. അതിൽ സസ്യവും സാഹിത്യപ്പെട്ടാണ് ശിംശിബാ വൃക്ഷം. ഇത് നമ്മുടെ പാർക്കിൽ 4 തരം രുദ്രാക്ഷങ്ങളുണ്ട്. ചോല രുദ്രാക്ഷം, കൽരുദ്രാക്ഷം, അദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷം. ഇതാണ് കേട്ടോ ചോല രുദ്രാക്ഷം. കായൊക്കെ ഉണ്ടായി വരും. ചെറിയ ഇതില്ലേ ഗോൾഡിന്റെ കൂടെ നമ്മൾ കെട്ടത്തില്ലേ ചെറിയ രുദ്രാക്ഷം. ഗോൾഡിന്റെ കൂടെ ചെറിയ ഫോൺ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള രുദ്രാക്ഷങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണിക്കും. ഇതാണ് ഇതാണ് കുഞ്ഞു രുദ്രാക്ഷം. ഇത് ക്ലീൻ ചെയ്ത് ഇത് വേറെ അത്തുവിന്റെ അവിടെ ഉള്ളത് ഇത്തിരി കൂടി വലുതാ. കൊച്ചു രുദ്രാക്ഷം. ഇത് നമ്മൾ ചുരക്കള്ളി എന്ന് പറയും. കടുത്ത വേനൽക്കാലത്ത് ഇതിന്റെ ചുവട്ടിൽ നിന്നൊരു ചുവന്ന ദ്രാവകം വരും. അത് നമ്മുടെ കാലിലെ വേദന, മുറിവിനൊക്കെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അല്ലല്ല അത് ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി കൂടി വലിയ ഇതാണ് നീർമാതളം. നമ്മുടെ നീർമാതളം പൂത്ത കാലം അതിൽ പറയാം. 2 വർഷത്തിൽ ഒരിക്കലേ പൂക്കത്തുള്ളൂ. പൂവിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇളം വെള്ള കലർന്ന ഒരു മഞ്ഞ നിറമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാമോ? ഇത് കണ്ടോ, ഇത് കണ്ടിലെല്ലാം 3 ഇലകൾ വെച്ചേ കാണത്തുള്ളൂ. ഇത് നമ്മൾ പവിഴത്തൊണ്ടി എന്ന് പറയണ മരം. ഇന്ത്യൻ ശേഷികളായ കാളിദാസൻ അദ്ദേഹത്തിന്റെ കുടികളിൽ സ്ത്രീകളുടെ അതിരത്തോട് ഉപമിക്കുന്നത് പവിഴത്തൊണ്ടിയുടെ കായോടാണ്. ഇതിന്റെ കായ്ക്ക് നല്ല റെഡ് കളറാണ് പവിഴത്തൊണ്ടി. കായൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു സീസൺ ആകുമ്പോൾ അതേ പൂത്തിട്ടുണ്ട്.
കായ ഉണ്ടാകുന്ന കേട്ടോ. ഇത് എണ്ണപ്പാന, ഓയിൽ പാം. കായ എടുത്ത് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ പാം. ശംഖുപുഷ്പം അറിയാലോ, ശംഖുപുഷ്പം. ഇത് നമ്മള് കർപ്പൂര തുളസി എന്ന് പറയും. ഈ 2015 ചൈനയിലെ യൂണിറ്റ് എന്ന് പറയുന്ന വനിത കർപ്പൂര തുളസിയിൽ നിന്നാണ് മരങ്ങൾക്കുള്ളതായിട്ടുള്ളത്. ആ വർഷം തന്നെ അവർക്ക് നോബൽ പ്രൈസ് 2015 കർപ്പൂര തുളസി. ഇത് നമ്മുടെ കടുവവിടുക്ക് എന്ന് പറയുന്ന മരമാണ്. ഈ ട്രൈബൽസ് ഒക്കെ ഒരു ബൗണ്ടറി ആയിട്ട് സെറ്റ് ചെയ്യുന്ന മരമാണ്. അതായത് ഈ വന്യമൃഗങ്ങളൊക്കെ അവർ ഊരിന്റെ ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഇലയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് മേടിച്ചു പിടിപ്പിക്കുന്ന സ്പദോഡിയ എന്ന് പറയുന്ന മരം ഒരു ഇരപിടിയ വൃക്ഷമാണ്. വഴിയോരങ്ങളിൽ തണൽമരമായിട്ട് കാണുന്നത്. ഇതിലൊരു ഓറഞ്ച് കളർ പൂ ഉണ്ടാകും. ഈ പൂ അതിന് ചുറ്റുമുള്ള ചെറു പ്രാണി ഈച്ചേനെയൊക്കെ അതിൻ്റെ അകത്തേക്ക് ആകർഷിക്കാൻ അതിൻ്റെ അകത്ത് വെച്ചിനെ കൊണ്ടുപോകും. നമ്മൾ ഈ ഇടുക്കിക്കൊക്കെ പോകുമ്പോൾ സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ ഓറഞ്ച് കളർ പൂ? ആ അത് ആ പൂവാണ്. കൊതുകിനെയൊക്കെ ആകർഷിച്ച് കൊന്നുകളയും. ഇതവിടെ പെടക്കോട്ടേരിയാണ്. അപ്പൊ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ 5 മണി വരെ ടൈം ഉണ്ട്. ഇവിടെ നമുക്ക് ഗൈഡ് കാണും. ഗൈഡിന്റെ നിർദ്ദേശപ്രകാരം കയറി ഇറങ്ങാത്ത ചെയ്യും. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത് 30 ഏക്കർ ഭൂമിക്ക് ഉള്ളിലാണ്. അതായത് 30 ഏക്കർ കൊണ്ട് നമുക്ക് നടന്ന് കാണാനായിട്ട് ഈ ആദ്യത്തെ പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാണണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ അത് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത 2ാം ഭാഗം തീർച്ചയായും തുടർന്ന് കാണുക.